അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നതാ നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് കയറി വരികയാണ്. എന്തൊക്കെ തന്നെയായാലും അന്ന് വീട്ടിൽ വിരുന്ന് വന്നതിനെ കുറിച്ചായിരുന്നു അവൻ്റെ ചിന്തകൾ. അവൻ അതിങ്ങനെ ഓർത്തു. എന്നാലും എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ ഞാൻ അറിയാതെ ആ പെൺകുട്ടിയെ കണ്ടു. ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ലായിരുന്നു, ഒരു കോമൺ സെൻസും ഇല്ലാതെ. വല്ലാത്തൊരു കഷ്ടമായി പോയി. അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അന്ന് വീട്ടിലേക്ക് കയറി. വീടിൻ്റെ ഡോറ് പകുതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മാ, മോനെ വന്നോ? ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതെന്താ മോനെ? ഇതുമ്മ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സൊക്കെയാണ്. ഇതെങ്കിലും എടുത്ത് വെച്ചേക്കും. എൻ്റെ പൊന്നാര കുട്ടിയെ, ഇപ്പം എന്തിനാ സ്നാക്സും അതൊക്കെ കൊടുക്കുന്നത്? ഫ്രൂട്ട്സ് തന്നെ പോരേനെ ചൂടത്ത്, അല്ലാതെ ഇപ്പം ശരിയാവില്ലല്ലോ. ഉമ്മ നല്ലോണം കഴുകിയിട്ട് ഉമ്മ നല്ലോണം കഴുകിട്ടോ. മോനെ, പഠിച്ചവനെ എൻ്റെ കുട്ടി അല്ലാഹു നന്നാക്കട്ടെ. അല്ലുമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ മോനെ? ഇന്ന് ഇങ്ങോട്ട് വന്നിരുന്നല്ലേ ഗസ്റ്റ്? വന്നിരുന്നു. അവർ ശരിക്കും വീട് എവിടെയാണ്? എന്തിനാണ് വീട് അറിയണത്? അവരിവിടെ സെറ്റിൽഡ് ആകാൻ വന്നതാണ്. അതുപോലെ ഇവിടെയൊക്കെ പഠിച്ചതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇനി ഇവിടെ ആ കുട്ടി എന്തെങ്കിലും ജോലി നോക്കണം. പഠനം കഴിഞ്ഞ് വന്ന നല്ലൊരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയാണ്. മാഷാ അല്ലാ, അങ്ങനത്തെ പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസമാണ്. എടാ, എൻ്റെ കൂട്ടുകാരത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നല്ല സ്വാലിഹത്തായ കുട്ടികളെ കൊണ്ടെടുക്കാൻ പറ്റിയ ഏതെങ്കിലും? എൻ്റെ ഉമ്മ എന്തിനെ പറ്റൂലേ? എൻ്റെ പൊന്നാര കുട്ടിയെ, ഇത്രയും സ്റ്റൈലിൽ നടക്കണം, എനിക്കിപ്പോൾ എങ്ങനെ ശരിയാവും? ഉമ്മ എന്ത് സ്റ്റൈല്? എൻ്റെ ഹെയർ സ്റ്റൈല് അത് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിയിലേക്കൊന്നും വീഴുന്നില്ലല്ലോ. പിന്നെ ഉമ്മ എന്നെ പോലത്തെ ചെക്കന്മാരൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ? ഈ കളിയാക്കണ്ടടാ. അല്ലുമ്മ, സത്യമായിട്ടും പലർക്കും നിസ്കരിക്കാൻ വേണ്ടിയാണ്. മെയിനായിട്ട് നമ്മുടെ ദീനിൻ്റെ തൂണ് നിസ്കാരമല്ലേ. ഉമ്മ അത് വിട്ടൊരു കളിക്കും ഞാൻ പോറില്ല കേട്ടോ. മോനെ, എനിക്ക് അറിയടാ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏത് കളിൻ്റെ ഇടയിലാണെങ്കിലും ജോലിൻ്റെ ഇടയിലാണെങ്കിലും ഉമ്മ നിസ്കാരം കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എനിക്ക്. പൊന്നു മോനെ, എനിക്കറിയാ. എന്നാൽ ഈ സമയം മിസിരി ഉമ്മാക്ക് ചായയുമായി വരുന്നു. ഉമ്മ, ഇതാ ചായ. പെട്ടെന്ന് അവൾ ആ കാഴ്ച കണ്ട് ഞെട്ടി. ഉമ്മയുടെ ബെഡിൽ ഇരിക്കുന്നു അവൻ. പെട്ടെന്ന് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു. വേണ്ട, പോവണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി. എന്തിപ്പോൾ സംഭവം? അപ്പോൾ ഇവർ പോയിട്ടില്ലായിരുന്നോ? ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തമാശയൊക്കെ ഉമ്മയോട്, അത് കേട്ടിട്ടുണ്ടാവുമോ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുവിൻ്റെ മനസ്സിൽ ലഡ് പൊട്ടി. റബ്ബേ, ഞാൻ ഓർത്ത് ഇനി ഒരിക്കൽ പോലും ആ മുഖം കാണില്ലല്ലോ എന്ന് കരുതിയപ്പോൾ വീണ്ടും എൻ്റെ മുന്നിലേക്ക് പെട്ടിരിക്കുന്നു. ഞാൻ ഈ സമയത്ത് കയറി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ച് നിൽക്കുകയായിരിക്കും. എൻ്റെ പടച്ചോനെ. ശരിക്കും കുഞ്ഞുമന് മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾ. അവൻ മുകളിലത്തെ റൂമിലേക്ക് പോയി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട്. എന്നാൽ ചായയുമായി വന്ന അവളെ കണ്ട അവൾ ശരിക്കും ഞെട്ടി. ഫസീലയോട് പറഞ്ഞു, അതെ ഇത്ത, പിന്നെ മോൻ എപ്പോഴാണ് വന്നത്? ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ അറിയാതെ. സാരല്ല മോള, അതിനിപ്പോൾ എന്താ? എൻ്റെ ആങ്ങളിനെ പോലെ കരുതിയാൽ മതി കേട്ടോ. അല്ലേ, ഞാനങ്ങനെ അന്യപുരുഷന്മാർ ഇതുവരെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനങ്ങനെ നോക്കിയിട്ടില്ല. ഇതിപ്പോൾ അറിയാതെ എൻ്റെ മുഖം കണ്ടു. സാരല്ല എൻ്റെ പൊന്നാര പെണ്ണേ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അതിനെന്താ, അവനല്ലേ. എന്നാലും ഇത്ര അറിയാതെ എനിക്ക്. എന്നാൽ അന്ന് ഭക്ഷണം കഴിക്കുവാൻ ഇറങ്ങി വരുന്നു. ഫസീലത്താ, ഫുഡ് എന്താ? മോനെ, നല്ല ചപ്പാത്തിയുണ്ട്, പൂരിയുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ടൊരു കറിയൊക്കെ ഉണ്ട്, വെജിറ്റബിളും ചിക്കനൊക്കെ ആയിട്ടൊക്കെ. എന്നെടുത്തേക്കോ. അല്ല, നല്ല ടേസ്റ്റോടു കൂടി അവനത് കഴിച്ചു. അല്ല ഫസീലത്താ, ഇതാരുണ്ടാക്കിയത്? അതൊക്കെ മോനെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പുതിയൊരു ഗസ്റ്റ് ഉണ്ടെന്ന്, അവൾ ഉണ്ടാക്കിയതാണ്. മാഷാ അല്ലാ, ഇത്രയ്ക്കും നല്ല കുക്കാണോ? അടിപൊളിട്ടോ. അല്ലോ, നമുക്ക് എന്നും ഇവിടെ അങ്ങ് നിർത്തിയാലോ? അവൻ തമാശ രൂപത്തിൽ പറഞ്ഞു. ഫസീല, ഒന്ന് പോടാ ചെക്കയ്യ അവിടുന്ന്, എൻ്റെ ഒരു പൂതി. എന്താ, ഞാൻ ഇവിടെ ഉണ്ടാക്കി തരില്ല എനിക്ക്? അല്ല ഇത്താത്ത, കുറേ ദിവസത്തിന് ശേഷം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു പോയതാ, സോറി. എന്നാൽ അവൻ ഭക്ഷണം കഴിച്ചു നേരെ മുകളിലേക്ക് കയറി. അവൻ ആ മട്ടുപ്പാവിൽ നിന്ന് പുറത്തേക്ക് നോക്കി, ആ ബാൽക്കണിയിലേക്ക്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചിന്തകളായിരുന്നു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്നു. അതിലേക്ക് നോക്കി. ശരിക്കും നീയാണോ അതാണോ നീ? എങ്ങനെയോ കൺമുമ്പിൽ പെട്ടുപോയി 2 പ്രാവശ്യം. സത്യമായിട്ടും അവനൊരു ഞെട്ടലായിരുന്നു. എന്തെന്നറിയില്ല, അവൻ അന്ന് ഉറക്കം വരുന്നില്ലായിരുന്നു. എന്നാൽ ഈ സമയം താഴെ മിസിരിയും ഫസീലയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മിസിരിയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നു. എൻ്റെ പൊന്നു പെണ്ണേ,
നമ്മൾ വീട്ടിലാകുമ്പോഴേ അവൻ പെട്ടെന്ന് കയറി, അവൻ അറിയില്ലല്ലോ. അല്ലിത്ത, എന്നാലും എനിക്ക് എൻ്റെ മുഖം ഇതുവരെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ ശരിയായിക്കോളൂ, ഈ വിഷമിക്കല്ലേ കേട്ടോ. അങ്ങനെ അതാ അവർ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഈ സമയം അതാ അവൻ ഒരു ഗസൽ മൂളിപ്പിച്ചുകൊണ്ട് മുകളിലത്തെ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നു. ആ, ഇന്നിപ്പോൾ അവന് ഉറക്കൊന്നുമില്ല തോന്നുന്നുണ്ട്. കുഞ്ഞോ പാട്ടൊക്കെ ഓഫാക്കി വേൻ കിടന്നോ? ഇത്താത്ത കുറച്ച് കഴിയട്ടെ, നല്ല അടിപൊളി പൂർണ്ണ ചന്ദ്രൻ 14 പോലെ ഉദിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു ചന്ദ്രനെയൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് ഒരു പാട്ടൊക്കെ കേൾക്കട്ടെ എൻ്റെ ഇത്ത. ആ ആയിക്കോട്ടെ, പാട്ടേ കേട്ടെ, ഉറങ്ങുമ്പോഴേ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ പൊന്നിത്ത, നിങ്ങളെന്താ ഞാൻ എന്താ കിള്ളക്കുട്ടിയെ വിചാരിച്ച് നിൽക്കേ? അതേ, ഞാൻ കിള്ളക്കുട്ടിയൊന്നല്ല കേട്ടോ, എനിക്കും പെണ്ണ് കെട്ടാനൊക്കെ പ്രായമായിക്കണേ. ആടാ, അന്നെ ഞാൻ കാണിച്ചു തരാം, അതാണ് ഈ പറയണതില്ലേ. എന്നാൽ അത് കേട്ടപ്പോൾ അതാ ശരിക്കും അവളുടെ മുഖത്ത് ആ ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. അവളുടെ നുണക്കുഴികൾ അതിൽ തെളിഞ്ഞു വന്നു. മോളെ മിസ്സിരി, സത്യം പറഞ്ഞ നിൻ്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാടി. അതെ, നാത്തൂൻ്റെ ആ ഒരു വാക്കുകൾ, അത് അതേ മോളെ, സത്യമായിട്ടും അവൻ അങ്ങനെ ഓരോന്ന് പറയും, നീ അത് കാര്യമാക്കണ്ട കേട്ടോ. ഇല്ല മോളെ, സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. ആ, ഐഷുമാക്ക് പറ്റുന്നുണ്ടാവില്ല, അതുപോലെ നിൻ്റെ ഇക്കാക്കാക്ക് പറ്റുമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിന്നെ കണ്ടത് മുതൽ മോളെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. ഫസീല ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞില്ല അവളോട്. കാരണം അവളുടെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുവിനെ കൊണ്ട് കെട്ടിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ തൻ്റെ ആങ്ങളെക്കുറിച്ച് അതാ മിസ്സിരിയോട് ചിലതൊക്കെ പറയാൻ തുടങ്ങി. അവന് കാണുന്ന പോലെ ഒന്നല്ല അവൻ, നല്ല ദീന വിട്ടുള്ള കളി അവനക്കില്ല കേട്ടോ. അവൻ്റെ കുട്ടി തഹജ്ജുദിന് എണീക്കും, എന്നിട്ട് നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് അവിടെ കുറച്ച് ഖുർആനൊക്കെ ഓതിയിരുന്ന് അങ്ങനെയൊക്കെ പറയുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, അത് പിന്നെ സ്വാഭാവികമല്ലേ ആങ്ങളും പെങ്ങളുമാരൊക്കെ ആകുമ്പോഴേ. ഇതുവരെ ഓൻ ഒറ്റയ്ക്കല്ലായിരുന്നോ. ഏതായാലും എൻ്റെ ആങ്ങളക്കുട്ടീൻ്റെ ഒപ്പം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ, അതും വലിയ ഭാഗ്യം, അൽഹംദുലില്ലാ. അവൾ തൻ്റെ ആങ്ങളെക്കുറിച്ച് അതാ മിസ്സിരിയോട് പറഞ്ഞു. അങ്ങനെ അതാ രാത്രി ഏറെ വൈകി. എന്നാൽ ആ ദിവസം കുഞ്ഞുവിന് ഉറക്കമുണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ഇത്താത്തെ വിളിച്ചാർക്കും. വേഗം പോയി ലൈറ്റ് ഓഫ് ചെയ്തു. എങ്കിലും ആ ഒരു ആകാശത്തെ മനോഹരമായ അമ്പിളി കാണുവാൻ വല്ലാത്തൊരു ഭംഗിയുള്ളതായിട്ട് അവനക്ക് തോന്നി. മാഷാ അല്ലാ, ഇത്രയൊക്കെ ഭംഗിയുണ്ടോ? അത് ഇന്ന് കൂടുതൽ ഭംഗി കൂടിയോ? എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം സമയമൊന്നും ആകാശത്തേക്ക് നോക്കിയിരിക്കാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ രാത്രി കുഞ്ഞുവിനും ഉറക്കം വന്നില്ല. മിസ്രിയും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവളും ഫസീലയും ഒരു റൂമിലായിരുന്നു കിടന്നിരുന്നത്. മോളെ മിസ്രി, എന്താ ഉറങ്ങാത്തെ? ഒന്നുമില്ല, അത് എന്താ വീട് മാറിയിട്ടാണോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അതിനിപ്പോൾ എന്താ? മോളെ, പിന്നെണ്ടല്ലോ ഞമ്മക്കോരോ കഥയും പറഞ്ഞ് കിടക്കുക, നീ ചെല്ലുതി കിടന്നതായിരിക്കും അല്ലേ? എന്നാൽ എനിക്കടി സത്യം പറഞ്ഞാൽ ഉറങ്ങോളം ഇങ്ങനെ കഥ പറയണോ? നവാസ്ക ഉണ്ടെങ്കിൽ ഞാൻ നവാസ്കാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും ഓരോന്നിങ്ങനെ. എനിക്കിങ്ങനെ ഒരാൾ സംസാരം കേട്ട് ഉറങ്ങണം. ഇത്തപ്പോൾ ചെല്ലിയുതലായി കഴിഞ്ഞ് കിടക്കുകയായിരിക്കും. പിന്നെ ഇപ്പോൾ മോളെ, എനിക്കറിയില്ല, അതിങ്ങനെ കേട്ടുകൊണ്ട് ഉറങ്ങാൻ നല്ലൊരു സുഖമാണ് സത്യമായിട്ടും. എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ എൻ്റെ പൊന്നാര മോളെ നിന്നെ അറിഞ്ഞിട്ടുണ്ടാവുമോ അറിയില്ല. എൻ്റെ മോളെ എൻ്റെ ജീവിതമൊക്കെ വളരെയധികം പരിതാപകരമായിരുന്നു. ഞാനിടയിൽ മരിച്ച് ജീവിച്ചതാണ്, മരണപ്പെട്ടു പോയിനു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഒരാളുടെ ദയ, സ്നേഹം, കരുണ അതൊന്നും എനിക്കില്ലായിരുന്നു. അതിനുശേഷം സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ പഠിച്ചു. ഒരിക്കലും പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒന്നും നേടാനാവില്ല എന്നും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും വിജയിക്കുള്ളൂ എല്ലായിടത്തുനിന്ന് പഠിപ്പിച്ചു തന്നു. ഒന്നാമത് നമ്മളെ പുത്തൻ വീട് തറവാട്ടിലെ ഐഷുമ്മ അവരെന്നെ തേടി പിടിച്ചു കൊണ്ടുവന്ന കഥകളൊക്കെ. മോളെ, ഞാൻ ജീവൻ്റെയും മരണൻ്റെയും ഇടയിലായിരുന്നു. അത്രക്കും മോശമായ സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഏതായാലും പാവം, അപ്പോഴേക്കും ഐഷുമ്മ വന്നെന്നെ രക്ഷിച്ചടി. ഐഷുമ്മയും ഷാമോനും തന്നെയാണ് എന്നെ രക്ഷിച്ചത്, മറ്റാരുമല്ല. സത്യമായിട്ടും ആ ഒരു ഉസ്താദിൻ്റെ ക്ലാസ്സും എല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ ശരിക്കും ആ തെറ്റിൽ നിന്നൊക്കെ പിന്മാറി. അങ്ങനെ പിന്നെയാണ് ഞാൻ അന്ന് മുതലൊരു മനുഷ്യ സ്ത്രീയായി ജീവിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വളരെയധികം മോശമായിരുന്നു എൻ്റെ സ്വഭാവം എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ. ശരിക്കും ഫസീലയുടെ ചരിത്രം കേട്ട് അതാ നമ്മുടെ മിസ്രിയ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരു ടീച്ചറാകാനാണ് ആഗ്രഹം. എനിക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി അതൊക്കെ എടുക്കാം. പക്ഷേ എനിക്ക് അതിലേറെ ഇഷ്ടം ആളുകൾ നന്നാകുന്ന രീതിയിലുള്ള ഓരോ ക്ലാസ്സുകൾ എടുത്ത് അങ്ങനെയൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം. മോളെ, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിലേ നടക്കട്ടെ. എത്രയോ ആളുകളുണ്ട് മോളെ, എപ്പോഴും അറിവില്ലാത്തവർ അങ്ങനെ ഇങ്ങനെ നടക്കണോ. അവർക്കൊക്കെ നീ ഒരു മോട്ടിവേഷൻ ആയി കഴിഞ്ഞാൽ
അതും വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. ഇത്ത ഇൻഷാ അള്ളാ നോക്കുന്നുണ്ട്. ഒരു കോളേജിൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സൈഡായിട്ട് കൊണ്ടുപോകാമല്ലോ ഇൻഷാ അള്ളാ. ശരിക്കും അതാ ദീനീ ചിട്ടയിൽ നടക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണ് മിസ്രിയ എന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫസീലക്ക് ബോധ്യമായി. അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ആ രാത്രി ആകാശത്ത് ഉദിച്ചുയർന്ന 14-ാം രാവിലെ സ്വപ്നം കണ്ട് അവസാനമായി അവളുടെ മിസ്രിയയുടെ മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. ഏതായാലും വീട്ടിൽ നിന്ന് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. വയസ്സായിട്ടില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് അതിപ്പോൾ ശരിയാവോ എനിക്കെന്തെന്നറിയില്ല. സത്യം പറഞ്ഞാൽ കുഞ്ഞുൻ്റെ മനസ്സിലേക്ക് മിസ്രിയുടെ മുഖം അങ്ങാഞ്ഞ് കയറിയിരിക്കുന്നു. എത്രയൊക്കെ തന്നെ ഒന്ന് മറക്കുവാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. റബ്ബേ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ നീ തട്ടിച്ചല്ലോ. എനിക്കത് മറക്കാനും കഴിയുന്നില്ല. എന്തെങ്കിലും അവളോട് മിണ്ടി പറയണം. രാവിലെ എന്തെങ്കിലും ഒരു ചാൻസ്. ഇനിയൊരു പക്ഷേ ഹിജാബിലായിരിക്കും വരിക എന്നെ കണ്ടത് കൊണ്ട്. മറ്റേത് അവൾ ആ ചുരിദാറും ഷാളും ഇട്ടിട്ടാണ് വന്നത്. എന്തൊരു സുന്ദരിയാണ് റബ്ബേ. ശരിക്കും അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അതാ റജിനത്ത അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അന്ന് ഐഷുമ്മയോട് പറഞ്ഞിരുന്നു ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് പോവുമായിരിക്കും അവളില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരിട്ട് അതാ പോയി നേരെ റജിനത്ത ആ വീട്ടിലെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അതാ സ്ഥിരമായി വരാറുള്ള ആ ഒരു താത്ത അങ്ങോട്ട് കയറി വരുന്നു. ആ റജിന, ഇവിടെ ഇല്ലേനു ഞാൻ വന്നപ്പോൾ. കുട്ടികളോടൊക്കെ പോയി. എൻ്റെ പൊന്നാര താത്ത, എൻ്റെ ഏട്ടത്തിൻ്റെ മരുവൾ ഗൾഫിൽ നിന്ന് വന്നിക്കണ്. അപ്പോൾ പിന്നെ അതിനൊന്ന് കാണാനും പോയി. പിന്നെ അതുമല്ല, എൻ്റെ ഏട്ടത്തി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, റജിന ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് എനിക്കൊരു സാധനം ഞാൻ കാണിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ തിരക്കുകൊണ്ട് ഒഴിവാക്കി അങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ ഒഴിവുണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊന്നാര താത്ത അവിടെ എത്തിയപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ലൊരു പെൺകുട്ടി അവിടെ. എന്തോരം നല്ലൊരു സ്വഭാവവും കാര്യങ്ങളുള്ള, എന്തൊരു മനുഷ്യന്മാരോട് പെരുമാറാനറിയാം, എന്നാലോ ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, ദീനീബോധമുണ്ട്, എല്ലാം ഉള്ള നല്ലൊരു പെൺകുട്ടി. അങ്ങനത്തെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ എവിടുന്ന് കിട്ടണേ? എവിടുന്നും കിട്ടൂല. ഒരു ദേഷ്യം ഈറും പോരൊന്നും ഇല്ലാതെ അതങ്ങനെ പണിയെടുത്തുകൊണ്ട് നടക്കണ്. അങ്ങനെ പണിയെടുത്ത് നടക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഫസീലനെ കാണാൻ പോലെ ഓളയും കൂട്ടി പോയത്. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ആ പെൺകുട്ടി വന്നതിന് ശേഷം നുസൈബാനെ വരെ ഒന്നും എടുക്കാനയക്കണില്ല. നുസൈബ ഞാൻ പഠിക്കാൻ പോകണം ഏതായാലും. അപ്പോൾ പിന്നെ ഐഷും അങ്ങനെ ഒറ്റക്കല്ലേനോ അന്ന്. ഏതായാലും മിസ്രി വന്നത് അവൾ ജോലിക്ക് പോകണമെങ്കിലും അവൾക്ക് നല്ലൊരു അവസരമല്ലേ വന്നിട്ടുള്ളത്. ആ കുട്ടി ഉള്ളിടത്തോളം കാലം മാഷാ അല്ലാ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാഹത്തന്നെ ആയിരിക്കും. അല്ല, ആ പെണ്ണിനെ കെട്ടിക്കൊടുത്തോന്നല്ലേക്കൂലേ ആരും? ഷമ്മാസോ ഒക്കെ വിശ്വസിച്ചാൻ പറ്റൂലേ? ഇപ്പോഴത്തെ കാലത്താണ് ആണുങ്ങൾ പെണ്ണിട്ടത്. ഇപ്പോൾ അതൊന്നും പുത്തിരിയുള്ള കാര്യമില്ല. പലോലും കെട്ടിക്കാണ്ട് അവിടെയും ഇവിടെയും പാർപ്പിച്ചിട്ട് കുട്ടികളും മക്കളതിൻ്റെ ശേഷം അറിയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, ഇനിയിപ്പോൾ ഷാമോനറ്റ് ഓലാരെയും കെട്ടിക്കൊടുന്നതാണോ? എന്നാൽ റജിനത്ത് പറഞ്ഞു, പൊന്നാരൻ്റെ താത്ത അങ്ങനെയൊന്നുമില്ല, അത് കെട്ടിച്ചാത്ത പെണ്ണാണ്. കോളേജ് പഠനം കഴിഞ്ഞ് വരികയാണ്. ഇനിയിപ്പോൾ ഒരു നല്ലൊരു ടീച്ചറൊക്കെ ആയി ജോലിയൊക്കെ ചെയ്യുവോള്. ഗൾഫിലൊക്കെ മലയാൾക്ക് ജോലി കിട്ടും, കാരണം അങ്ങനത്തെ വിഷയമൊക്കെ പഠിച്ചത്. എന്നാലും ഓൾക്ക് ഇസ്ലാമിക വിഷയങ്ങളൊക്കെയാണ് പഠിപ്പിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. നല്ലൊരു പെൺകുട്ടി മാഷാ അല്ലാ. അതല്ല, ഇനിയിപ്പോൾ നവാസ് വേറെ എങ്ങാനും കെട്ടിയോ? എൻ്റെ പൊന്നാര താത്തങ്ങൾ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. ആങ്ങളെയും പെങ്ങളുമാണത്. ആങ്ങളെ അവിടെ പള്ളിത്തെ ദർസത്തെ വലിയ ഉസ്താദും ഒക്കെ ആയിരുന്നു. പിന്നെ വേറൊരു പള്ളിയിൽ ബാങ്ക് കൊടുക്കലും മുക്കരൊക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പെങ്ങൾ കോളേജിൽ പഠിക്കുമായിരുന്നു, ഇസ്ലാമിയ കോളേജ് പോലത്തെ കോളേജിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. അല്ലാതെ വേറെ മറ്റൊന്നും ചിന്തിക്കല്ലേ. അല്ല എൻ്റെ പൊന്നാർ റജിന, ഞാൻ എന്നോട് പറയാമെന്ന് മാത്രമേ പറയാൻ പറ്റൂലേ. പെണ്ണുങ്ങളെ കാര്യം ആണുങ്ങളായാലും ഇപ്പോൾ വിശ്വസിച്ച് കണ്ട് പെരെടുത്താൻ പറ്റുമോ? ആർക്കറിയാം, പ്രത്യേകിച്ച് അവിടെ ആണുങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക്. അവിടെയാണ് ഇടക്കും നിലക്കും ഓരോ പ്രശ്നം ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അല്ല ഓല് പോവും. ഓള് 2 ദിവസമൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ ഇക്കാരം. പിന്നെ ഓനും പോവും. അപ്പോൾ തൽക്കാലം ഒന്ന് ആയുഷ്മാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അല്ലടി, അതൊന്നും അത്ര നല്ലതല്ല. കണ്ണി കണ്ട് പെണ്ണുങ്ങളെ പെരൻ്റെ ഉള്ളിൽ നിർത്തണമെന്നും. എൻ്റെ പൊന്നാര താത്തഞ്ഞ് എവിടെയും പോയി പറയേണ്ട പോലെ ഇന്നോ നാളേക്ക് പോകും. ഞാൻ പറയണമെന്നില്ലേ. അതും പറഞ്ഞ് അവർ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് അതെ സൗദിയുടെ വീട്ടിലേക്കായിരുന്നു. സൗദിയുടെ വീട്ടിലെ ആ ഒരു കോലായിലേക്ക് ഗേറ്റിനുള്ളിലൂടെ നോക്കി. ആരെങ്കിലും ഉണ്ടോ പമ്പുറന്ന് നിർത്തിയാൾ? കാരണം ചെരുപ്പിട്ടാൽ എന്നെ ഊരിപ്പിച്ചു. ഞാൻ ഏതായാലും ഗേറ്റിൻ്റെ പുറത്ത് ചെരുപ്പിട്ട് നടക്കട്ടെ. ഈ ഒരു പണ്ടത്തെ കാലത്തൊക്കെ മണ്ണേനു ചെരുപ്പിട്ട് കയറേനു. അത് അവിടെ ഊരിട്ടാണ്. ഇതിപ്പോൾ അവിടെ ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടിട്ടേ ചെരുപ്പിടാൻ പാടില്ല, മണ്ണിടാൻ പാടില്ല, അങ്ങനെ ചിലവർ തുടക്കും കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ.
ഏതായാലും വല്ലാത്തൊരു പുതുമ. ഇതിപ്പോൾ ചെരുപ്പിൻ്റെ നായേറ്റ് കടിച്ചു കൊണ്ടുപോകുമോ? ഏതായാലും അവായാണ് പറ്റ കീറി പൊളിഞ്ഞ് ചെയ്തിരിക്കണം. സാരമില്ല. അങ്ങനെ അതാ അവർ ആ ഒരു ചെരുപ്പ് ഒരു ഭാഗത്തേക്ക് വെച്ച് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ക്യാമറയിൽ എല്ലാം കാണാം. അതാ അവളുടെ ക്യാമറയിൽ കാണുന്നു. ഹസീന ഉമ്മയോട് പറഞ്ഞു, ആ അമ്മ, ആ തള്ള വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാ വരുന്നുണ്ട്, അതാ എന്തിനോ വരികയാണ്. എൻ്റെ പൊന്നാരമ്മ, എന്തിനാണ് നിങ്ങൾ ഇതിനെ വിളിച്ച് കയറ്റണത്? എനിക്കിതാ ഗേറ്റ് ആൻഡ് ലോക്കായി കൂടിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കടന്നു. പിന്നെ വരുന്നുണ്ട് എന്തൊക്കെയോ പറയാൻ. ആ കുഞ്ഞിക്കതിയാ, കുഞ്ഞിക്കതിയാ, വിളി തുടങ്ങുന്നുണ്ട്. ഈ ബെല്ലാണ് മേലെ വെച്ചിട്ട് എത്തണമില്ല. വല്ലാത്തൊരു പുതുമ. ഉഫ്, ചുട്ട് പൊള്ളണ കാല് ഇൻ്റർലോക്കുമലൊക്കെയാണ് തട്ടിയിട്ട്. കുഞ്ഞിക്കതിയാ, കുഞ്ഞിക്കതിയാ, ഇജടി മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ടൊന്നും കാര്യമില്ല. മൂപ്പത്തിയൊരു മുട്ടി വിളിച്ചു. ഇവിടെ ആരില്ലേ കുഞ്ഞിക്കതിയാ? പോയി നോയിക്കോളി. എന്നാൽ സൗദിയാണ് വന്നത്. ആ ഇതാരെത്താത്തേ? ആടി സൗദാ, എൻ്റെ റബ്ബേ, എന്നെ കാണുമ്പോൾ എന്നെ കണ്ണും മോറും കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പൊറുതിയേട്. എന്നാലും ഉമ്മട്ടൊന്നും മാണ്ടില്ലേനു. എന്തെൻ്റെ പൊന്നാര താത്ത നിങ്ങൾ പറയണത്? ഒന്നുമില്ല മളെ, അതൊക്കെ ഒരു കഥ. വല്ലാത്തൊരു പുതുമോ. നിങ്ങളെന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ച് പറയുക. എവിടെ എൻ്റെ തള്ള അതുകൊണ്ട് വിളിച്ചുവിട്ടാ? കുഞ്ഞിക്കതിയാ, ഉമ്മ കുളിക്കാൻ വേണ്ടി പോയിക്കണ്. എന്നേരോ എത്തപ്പത് എന്നെ മാറിക്കേക്കാരം. പൊന്നാരൻ്റെ താത്ത, എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചാർക്കണത്? കുഞ്ഞിക്കതി അങ്ങോട്ട് കടന്നു വന്നു. എൻ്റെ പൊന്നാര കുഞ്ഞിക്കതി എന്നോട് പറയാൻ, നമ്മൾ പെൺകുട്ടിയാക്കണം ദോഷം വരട്ടാ. അജ്ജ് ബല ഇവിടെ പിടിച്ചിർത്തിയിട്ട്. അതിന് ഞാൻ നിർത്തിയിട്ടില്ലല്ലോ, ഓൾക്ക് പോകാലോ. ആരും നിർത്തിയിട്ടില്ല. ഓൾക്ക് പോവുക വരും, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടായിട്ട്. എന്നാലും ഒന്നങ്ങോട്ട് നോക്കാജ്. ആ ഒരു വാർത്ത കേട്ട് ഞാൻ അതിശയപ്പെട്ടു. എന്ത് വാർത്ത ജി പറയണത്? അല്ലടി, പുത്തൻ വീട് തറവാട്ടില്ലേ, പിന്നെ ഒരു പെൺകുട്ടി വന്ന് കൂടിക്കണല്ലോ. പെൺകുട്ടി വന്ന് കൂടെ? ഇനിയിപ്പോൾ ആരാ? എല്ലാവർക്കും പെണ്ണുങ്ങളും കുട്ടികളെ കഴിക്കണമല്ലോ. ഇനി ഉണ്ടാ? അതോ ഇനി ഫൈസലെങ്ങാനും വന്നോന്നാവോ? ഓൻ്റെ കാര്യത്തിൽ അതിന് കുറച്ചൊരു ഇത്. ഓന് പെണ്ണ് കെട്ടിയിട്ടില്ല, പെണ്ണൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നിക്കാഹൊന്നും കഴിച്ചിട്ടില്ല, ഉറപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിന്. അല്ലാഹു അലം. ആ ഓള് വന്നതേ ഇക്കാരം. അല്ലല്ലോ, നല്ല ചൊറുക്കുള്ളൊരു പെണ്ണാണല്ലോ വന്നിക്കണത്. എൻ്റെ പൊന്നാരൻ്റെ താത്തങ്ങൾ ഇത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ. സൗദ അപ്പോഴേക്കും അങ്ങോട്ടെത്തി. പുത്തൻ വീട് തറവാട്ടിൽ ഏതൊരു പെണ്ണ് വന്നു എന്നറിഞ്ഞപ്പോൾ അവളും അത് ചെവി ഓർക്കാൻ തുടങ്ങി. ആ കുട്ടിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി എല്ലാ പണിയെടുക്കും. ഒരാളെ കാത്തു നിൽക്കൂല. കുട്ടികളെ നോക്കും, കുട്ടികളെ തിരുമ്പി കുളിപ്പിച്ചലും അതാക്കലും അകടിച്ചേരി തുടക്കലും പാത്രം മോറലും വെച്ചുണ്ടാക്കലൊക്കെ എന്ത് രസമാണല്ലോ. റെജിന പറഞ്ഞു, ഓളെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും വല്ലാത്തൊരു മാഷാ അല്ലാ, വല്ലാത്തൊരു സന്തോഷം എല്ലാം കൂടി കേട്ടപ്പോൾ. അല്ല, അതിപ്പോൾ ആരെയും കെട്ടിക്കൊടുത്തത് മുന്താസ് ഓള ആണോ? അതൊന്നല്ല, ഇത് അറബി കോളേജിൽ പഠിച്ച കുട്ടിയാണ്. കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. ഇനിയിപ്പോൾ ആ പെണ്ണ് ജോലിക്ക് പോകണം ഇവിടെ എവിടെയെങ്കിലൊക്കെ. എന്നാൽ സൗദക്ക് തോന്നി, അപ്പോൾ അവരല്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മറ്റേ ആളെങ്ങാനും വന്നോ എന്നുള്ളത്. അതല്ല. സമാധാനമായി. എന്നാലിപ്പോൾ ആരായിരിക്കും? എൻ്റെ പൊന്നാര സൗദ, ഇജ്ജ് കേട്ടോ? എന്താ എനിക്കൊന്നും കേൾക്കണ്ട. പൊന്നാര സൗദ, ഇജ്ജ് പോയിക്കോ. അവിടെ നല്ലൊരു മരുവാളെ പുതിയ കിട്ടിയിരിക്കണേ. അതിനിപ്പോൾ നവാസ് വേറെ കെട്ടിയതാണോ, ഷമ്മാസ് വേറെ കെട്ടിയതാണോ, ഫൈസലിൻ്റെതാണോ ഒന്നും പറയാൻ പറ്റൂല. നല്ലൊരു തുടുതുടുപ്പുള്ളൊരു പെണ്ണാണല്ലോ. ഒന്ന് പോയി നോക്കിയാൽ കാണെങ്കിൽ കാണുന്നുണ്ട്. പിന്നെ അവിടെ ഏറ്റവും പോയിക്കാണ്ട് ഇനിയിപ്പോൾ വെറുതെ പോകുമ്പോൾ അതൊരു ഇതാക്കണ്ട് വിചാരിച്ചിട്ടാണ്. ഏതായാലും എനിക്കൊന്ന് കാണാൻ പൂതിയൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ ഇറങ്ങണോ. ഏതായാലും എന്താന്നോ, ഇവിടെ എന്നാൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. എടി, കുറച്ച് ചാനലുണ്ട് അവിടെ കാച്ചിച്ചത്. എന്നാൽ ഹസീനക്ക് ദേഷ്യമാണ് വന്നത്. അതെ, ഇവിടെ എന്താ ഹോട്ടലൊന്നല്ല, ചായ കാച്ചിക്കാൻ. എന്നാൽ സൗദ പെട്ടെന്ന്, ഉണ്ട് താത്ത, ഇവിടെ ചായ ഉണ്ട്, ഇതാ കുറച്ച് കുടിച്ചോളി. എന്നാൽ സൗദയുടെ ഉമ്മയും ഹസീനയും ദേഷ്യത്തോടെയാണ് അവർ നോക്കുന്നത്. എന്നാൽ ഇത് താത്ത എന്ന് പറഞ്ഞ് അവൾ ചായ കൊണ്ടുവന്ന് കൊടുത്തു. കടി എന്തെങ്കിലും വേണോ? ഒന്നും മാണ്ട കുട്ടി, ചായൻ്റെ പൂതി. ഇപ്പോൾ വെള്ളമല്ലേ, വെറും പച്ചവെള്ളം കുടിച്ചാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ചായൻ്റെ വെള്ളം അങ്ങനെ വലിച്ചു കുടിച്ചു. അതൊരു കുടുക്ക അവിടെ കാച്ചി വെക്കും. അടുപ്പും കണ്ണീർ അവിടെ വെച്ചാൽ അത് ഇടക്കിടക്ക് അങ്ങനെ മോന്തും. അതാണ് എനിക്കൊരു തൃപ്തി. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ നേരം ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങളിപ്പോൾ എവിടുന്ന് വരുന്നേ? ഞാനും പറഞ്ഞില്ലേ, ഞാൻ റെജിനാൻ്റെ അടുത്തൊന്നും പോയതേനേ. റെജിന വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ വണ്ടിയിലാണ്. റെജിന ഉണ്ട്,
വരണേ. അപ്പം തന്നെ ഞാൻ വണ്ടി എന്താ ഏതാച്ചിട്ട് പിന്നെയാണ് ഇപ്പോൾ അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഓള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും ചെയ്തു. ഏതായാലും സൗദ എനിക്ക് വല്ലാത്ത നഷ്ടം തന്നെ കേട്ടാ. എനിക്ക് പോണെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. അല്ല കുഞ്ഞിക്കദ്യ, എനിക്കെന്താ ഓളെ പറഞ്ഞാൽ അവിടെ ഓരോ പെണ്ണുങ്ങൾ വന്ന് കൂടുന്നുണ്ട്. ഓളെ സ്ഥാനം മിക്കവാറും പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നുസൈബ എന്ന് പറഞ്ഞ ഒരുത്തിണ്ടല്ലോ, ഓള് ഇനിയിപ്പോൾ പഠിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ മിസിരിയെ പെരയിൽ നിന്നാൽ നല്ല കാര്യമാണ്. കുട്ടികളെ നോക്കലും പണിയെടുക്കലും ഒക്കെ ആ കുട്ടി കഴിച്ചോളും, കുട്ടി കോളേജിൽ പോകണം. അങ്ങനൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഏതായാലും വല്ലാത്തൊരു പുതുമ. എന്നാലും എൻ്റെ പൊന്നാര സൗദ, ഇജി ഇറങ്ങി പോന്നിട്ടില്ല അവിടുന്ന്. ശരിക്കും സൗദക്ക് അത് കേട്ടപ്പോൾ ആകപ്പാടെ ഒരു ഞെട്ടൽ. അങ്ങനെ അത് ആ താത്ത ചായ കൂടിയും കഴിഞ്ഞു. എന്നാ ഞാൻ ക്ലാസ് ഇപ്പം ചുയറ്റെക്കാനൊന്നും വയ്യ. അങ്ങനെ അതാ കുഞ്ഞിക്കതിയോട് പറഞ്ഞു, കുഞ്ഞിക്കതിയ ഞാൻ ഇറങ്ങാനടി, ഞാൻ ഇവിടെ നിൽക്കണില്ല, എനിക്ക് ഇനി ഇവിടെ എന്നാൽ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും, അതും ഇതും പറഞ്ഞ് ഏഷണിയും പരദൂഷണൊക്കെ ആയി നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. പെട്ടെന്ന് കുഞ്ഞിക്കതി പറഞ്ഞു, അല്ലെങ്കിലും ഇപ്പോൾ എന്താ പറ്റി പറയാ, എല്ലാം പറഞ്ഞേക്കണല്ലോ, എല്ലാം പറഞ്ഞ് റെഡി ആയിക്കണം, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. അല്ലാ ഏതായാലും അങ്ങനെ അവർ ഇറങ്ങി. അതിൻ്റെ കുട്ടികളെ നിങ്ങൾ ഇൻ്റർലോക്കുമ്പോളേ നിങ്ങൾ ചെരുപ്പിട്ട് ചവിട്ടാ അയക്കാറ്റിൻ്റെ കാലാണ് പൊള്ളണത്. എന്തോ ഒരു പൊള്ളലാണ് റബ്ബേ, എൻ്റെ കാലിങ്ങോട്ട് പൊള്ളിക്കണ്. ഇന്നെക്കൊണ്ട് കഴിയൂലട്ടോ ഇവിടേക്കൊന്നോ. അതിന് പൊന്നാര തത്ത നിങ്ങൾ വരണമെന്നില്ലേ, നിങ്ങളെന്തിനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണത്? ഹസീന അത് പറയുന്നു. പിന്നെ വിവരങ്ങളൊക്കെ ഇവിടെ എത്തിക്കണ്ടേ, എൻ്റെ ഒക്കെ പോസ്റ്റ്മാൻ്റെ പണിയും കൂടി ഉണ്ടല്ലോ. അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ഈ സമയം കുഞ്ഞിക്കഥ കേട്ടില്ലേ, നന്നായി അത് അവിടുത്തെ സ്ഥാനത്ത് തന്നെ ഒഴിവാക്കിക്കണ്. എൻ്റെ കുട്ടീനെ നോക്കാനും മറ്റുള്ള കുട്ടീനെ നോക്കാനും പെരീത്തെ പണിയെടുക്കാനൊക്കെ ഒരു പെണ്ണ് വന്നിക്കണെന്ന്. എങ്ങനെയുണ്ട് ഇപ്പോൾ? എന്നോട് ഞാൻ പലപ്പോഴും തത്ത പറയുന്ന പോലെ പറഞ്ഞാണ് പോയിക്കോ എന്നുള്ളത്. എനിക്കത് പറ്റിയില്ലല്ലോ, ഇജ്ജ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഉമ്മ അങ്ങനെ അങ്ങോട്ട് പോയാലോ, എനിക്ക് ഇവിടുന്ന് കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട്, അത് തന്നിട്ടില്ല ഞാൻ പോവുള്ളൂ. അത് കട്ടിയിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഈ സമയം ഹസീന, പൊന്നാര താത്ത ഉളുപ്പില്ലാതെ ഇങ്ങനെ നിൽക്കാൻ പാടുണ്ടോ, എത്ര ആട്ടിലാട്ടി, പക്ഷെ നിങ്ങൾ പിന്നെയും ഇതിലേക്ക് ഇവിടുന്ന് പോകാതെക്കാൻ അത്രയും ഉളുപ്പില്ലായിട്ടാണല്ലോ നിങ്ങൾക്ക്. ഹസീന, ഇതിൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ്, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിൽ എനിക്ക് അവകാശമുണ്ട്, അല്ലാതെ ഒരിക്കലും എൻ്റെ ഭർത്താവ് കൂട്ടുകാരുണ്ടാക്കിയതല്ല. ഓ താത്ത എന്നോട് തട്ടുത്തരം പറഞ്ഞു തുടങ്ങിയിരിക്കണ്. ആദ്യമൊക്കെ മിണ്ടാപ്പൂച്ചേന്, ഇപ്പം കണ്ടില്ലേ? അതെ ഇറങ്ങിക്കോളി താത്ത, അല്ലെങ്കിൽ നവാസ്ക മൂന്നാമത്തെ പെണ്ണും കെട്ടിയിട്ട് അവിടെ സുഖസുന്ദരമായി ജീവിക്കും. അത് നവാസ്ക കെട്ടിയ പെണ്ണ് തന്നെയാണ്, നോക്കിക്കോളി, അതിൽ ഒരു സംശയവും. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് ആകപ്പാടെ ടെൻഷനായി. റബ്ബേ എന്തിപ്പോൾ സംഭവിച്ചത്? ആ താത്ത പറഞ്ഞതും ഇവള് പറഞ്ഞതും എല്ലാം കൂടി ആലോചിച്ചിട്ട് സൗദക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ വീട്ടുജോലിയും കാര്യങ്ങളും അതും ചെയ്യുന്നുണ്ട് എല്ലാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയുന്നില്ല. സൗദക്ക് ആകപ്പാടെ ഒരു ടെൻഷൻ തോന്നി. റബ്ബേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. പക്ഷേ ഇവരാണെങ്കിൽ എൻ്റെ ഇതൊന്നും തരുന്നില്ലല്ലോ, എന്താ ഏതേ അറിയാനേ. എന്നാൽ കുഞ്ഞിക്കതേ ഇറങ്ങണമെങ്കിൽ ഇപ്പം ഇറങ്ങിക്കോ, വാതിലടുക്കാണ്, അന്നെ പിടിച്ച് വലിച്ചിടുവോളുണ്ടാവൂലേ. എന്നെ അങ്ങനെ ഇറക്കി അരച്ചിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടാതെ ഞാൻ ഇറങ്ങൂല. നവാസ്ക പെണ്ണ് കെട്ടിയാലും വേണ്ടിയില്ല. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ കുഞ്ഞിക്കതിയാത്താക്കും ഹസീനക്കും ദേഷ്യമാണ് വന്നത്. കുന്ന് കുലുങ്ങിയാലും കുഞ്ഞാച്ച കുലുങ്ങൂലെന്ന് കേട്ടക്കണ്. അതാണ് ഓള് സാധനം. എന്താ സാധനം എന്നറിയോ? ശരിക്കും അവർ രണ്ടുപേരും സൗദിയെ അവിടെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഭക്ഷണമെല്ലാം അവൾക്ക് ഇല്ലാതെ പുറത്തേക്ക് ഒഴിക്കും, അല്ലെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചു വെക്കും. അങ്ങനെ പല രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി അവർ കാണിച്ചു തുടങ്ങി. സൗദ പുത്തൻ വീട്ടിലേക്ക് ഇറങ്ങി വരുമോ അതോ അവിടെ തന്നെ നിൽക്കുമോ? പുത്തൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നാൽ അവളുടെ സ്വഭാവം എന്തായിരിക്കും? മിസ്രിയെ കാണുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.